തിരുവനന്തപുരത്ത് കോവളം KTDC സമുദ്രയിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. ആയുർവേദത്തിനെ വല്ലാതെ തോതിൽ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്ററുകളും അടക്കം വരികയാണ്. ഇതിനെതിരെ നമ്മുടെ നാട് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ പൊതുസമ്മേളനത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. കാരണം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിവിധ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കൾ നമ്മളോടൊപ്പമുണ്ട്. സമാപന സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം ലോകവിജ്ഞാനത്തിന് നൽകിയ ഏറ്റവും പ്രമുഖമായ സംഭാവനകളൊന്നാണ് ആയുർവേദം. എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷവും ലോകത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മറ്റ് പലതരം വൈദ്യശാസ്ത്രങ്ങൾ നമ്മുടെ നാട്ടിലെത്തി ചേർന്നിട്ടുണ്ട്. പൗരാണികമായ ഈ വൈദ്യശാസ്ത്ര സമ്പ്രദായത്തിൻ്റെ പ്രസക്തി ഇനിയും നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. AMAI സംസ്ഥാന തലത്തിൽ നൽകുന്ന വിവിധ പുരസ്കാരങ്ങൾ ഡോക്ടർ റാം മോഹൻ, ഡോക്ടർ സഹീർ അലി, ഡോക്ടർ സയന സലാം, ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി, ഡോക്ടർ രേഷ്മ സനൽ, ഡോക്ടർ D രാമനാഥൻ എന്നിവർക്ക് മന്ത്രി വിതരണം ചെയ്തു. മാധ്യമ പുരസ്കാരം മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്റർ MB സന്തോഷിന് നൽകി. AMAI നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിതരണം ചെയ്തു. നമുക്കറിയാം, ആഗോളതലത്തിൽ തന്നെ നമ്മുടെ പൊതുജനാരോഗ്യം പുതിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ആരോഗ്യം ഇൻഡിപെൻഡൻ്റായി, അതായത് മനുഷ്യരുടെ ആരോഗ്യം എന്ന നിലയിൽ മാത്രം നിലനിൽക്കുന്നതല്ല എന്നുള്ള വലിയ തിരിച്ചറിവാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വൺ ഹെൽത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ വിഭാവനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. വാസ്തവത്തിൽ ആയുർവേദത്തിൻ്റെ ഒരു ഫിലോസഫിയുടെ ഒരു സാരാംശം ഏകാരോഗ്യത്തിൽ അധിഷ്ഠിതം കൂടിയാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ്റെ ആരോഗ്യം എന്നുള്ളത് മാത്രമല്ല, ഹ്യൂമൻ ഹെൽത്ത് ഈസ് നോട്ട് ഐസൊലേറ്റഡ്. അത് സഹജീവികളുടെയും പ്രകൃതിയുടെയും കൂടി ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏകാരോഗ്യത്തിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനം. വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച ഡോക്ടർമാരെ ആദരിച്ചു. ആയുർവേദ ഗ്രന്ഥത്തിൻ്റെ കവർ പ്രകാശനവും നടത്തി. അസോസിയേഷൻ്റെ പുതിയ ഭാരവാഹികളായി ഡോക്ടർ CD ലീന പ്രസിഡന്റ്, ഡോക്ടർ KC അജിത് കുമാർ ജനറൽ സെക്രട്ടറി, ഡോക്ടർ മുഹമ്മദ് റാസി ട്രഷറർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.